Hey guys, in this video, you will see TVS Ntorq 125 XT എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കൂട്ടറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഒരു ടെക് ചാനലിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സ്കൂട്ടർ പരിചയപ്പെടുത്തുന്നത്? പറഞ്ഞുതരാം. അതായത് മാർക്കറ്റിലുള്ള മറ്റ് സ്കൂട്ടേഴ്സിൽ നിന്ന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ട് പാക്ഡ് ആണ് ഈ ഒരു സ്കൂട്ടർ. എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. നിയോൺ ഗ്രീൻ കളറിൽ നമുക്ക് കുറേ ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല, സൂപ്പർ. ഡിസൈൻ ഭയങ്കര അടിപൊളി തന്നെയാണ്, എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്നെ എക്സൈറ്റിംഗ് ആക്കുന്നത് ഇതൊന്നുമല്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യസ് ഫസ്റ്റ് TFT ആൻഡ് LCD ഡിസ്പ്ലേ. വെറുതെ ലൈറ്റ് കത്തുക, കുറേ കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു സ്കൂട്ടറിൻ്റെ അകത്ത് നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കൂട്ടറിൻ്റെ അകത്ത് അച്ചീവ്മെൻറ്റ് ഷെയറിങ്ങും കസ്റ്റമൈസിങ്ങും ഒരു ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഓരോ റൈഡ് ഫിനിഷ് ചെയ്തതിന് ശേഷം, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് മൊത്തം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കുകയും അതിനെ കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കളർ തീംസും കാര്യങ്ങളും പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനും പറ്റും. TVSൻ്റെ ഇൻ്റലിഗോ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി ഇതിനകത്ത് ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റൈഡിങ് കംഫർട്ട് ഓട്ടോമാറ്റിക്കലി എൻഹാൻസ് ചെയ്ത് അതിൻ്റെ അകത്ത് മൈലേജ് കൂട്ടി, അതേപോലെ തന്നെ നമ്മുടെ കാർബൺ എമിഷനെ റെഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വണ്ടി ഓടിച്ച് പോവാണ്, പെട്ടെന്നൊരു സിഗ്നൽ കണ്ടു, ആ സിഗ്നലിൽ നിങ്ങൾ നിർത്തി. അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി, നമ്മുടെ സ്കൂട്ടർ ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ ഓഫ് ആക്കുകയും എന്നിട്ട് നമ്മൾ എപ്പോഴാണോ സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ ആക്സിലേറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി സ്റ്റാർട്ടായി പോവുകയും ചെയ്യും. ഈ സമയത്ത് എത്രത്തോളം കാർബൺ എമിഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ഇങ്ങനെ നിങ്ങൾക്ക് കാർബൺ എമിഷൻസ് കൺട്രോൾ ചെയ്യാനും പറ്റും. ഇന്ത്യസ് ഫസ്റ്റ് സ്കൂട്ടർ വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ ഒരു സ്കൂട്ടറിൻ്റെ അകത്ത് നമ്മുടെ TVS Ntorq XT എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കൂട്ടറിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് എനേബിൾഡ് ആണ്. അതുമാത്രമല്ല ഒരു സെറ്റ് ഓഫ് കമാൻഡ്സും ഇതിൻ്റെ അകത്തുണ്ട്. ആ കമാൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വോയിസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സ്കൂട്ടർ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സ്പീഡോമീറ്ററിലുള്ള ഈ ഒരു സ്ക്രീനിലൂടെ TVSൻ്റെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സ്മാർട്ട് എക്സ് ടോക്ക് ഫീച്ചർ യൂസ് ചെയ്തിട്ട് റെസ്പോണ്ട് ബാക്ക് ചെയ്യും. ആസ് ഐ സെഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്കൂട്ടറിനെ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോളുകൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൽ കോളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പീഡോമീറ്ററിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള പേരും അതുപോലെ തന്നെ ഫോട്ടോയും വെച്ചിട്ട് ആ ഒരു കോള് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോൾ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾ ഫോൺ എടുക്കേണ്ട കാര്യമില്ല. ഒരു ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഫോൺ വലിച്ചൂരി എടുക്കേണ്ട കാര്യമില്ല. ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിട്ടിരിക്കാം. എന്നാലും നിങ്ങൾക്ക് ഫോണിൻ്റെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഈ സ്പീഡോമീറ്ററിൽ, ദിസ് വണ്ടർഫുൾ സ്പീഡോമീറ്ററിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ TVSൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നാവിഗേഷൻ ഓൺ ആക്കുക. നാവിഗേഷൻ ഓൺ ആക്കിയതിന് ശേഷം ആ ഒരു സ്ഥലം ഡെസ്റ്റിനേഷൻ ഇടുക. നിങ്ങൾക്ക് ഈ ഒരു TFT സ്ക്രീനിൻ്റെ അകത്ത് എങ്ങോട്ടൊക്കെ തിരിയണം, എങ്ങോട്ടൊക്കെ വളയണം, എങ്ങോട്ടൊക്കെ പോകണം, സ്ട്രെയിറ്റ് പോകണം, എത്ര മീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ടേൺ വരുന്നത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ ഒരു സ്കൂട്ടറിൽ നമുക്ക് നാവിഗേഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിലും ഇവിടെ ഒരു സ്റ്റാൻഡോ കാര്യങ്ങളൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ TVS Ntorq 125 XTക്കകത്ത് അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ സ്കൂട്ടറിൻ്റെ അകത്ത് തന്നെ നാവിഗേഷൻ ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനം നോട്ടിഫിക്കേഷൻ ട്രാക്കർ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡെലിവറി മെസ്സേജ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങളുടെ ഫോൺ വണ്ടിക്കകത്താണ് അല്ലെങ്കിൽ പോക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന എല്ലാ കൊമേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ലോഗോയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മെസ്സേജും കാണാൻ പറ്റും. ഇനി നിങ്ങൾ ആമസോണിൽ നിന്നാണെങ്കിൽ ആമസോണിൻ്റെ ലോഗോയും അതിൻ്റെ മെസ്സേജും കാണാൻ പറ്റും. അതുമാത്രമല്ല ഓല ക്യാബ്സ്, ഊബർ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി, പേടിഎം, സ്നാപ്ഡീൽ എല്ലാം നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. നമ്മുടെ മറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ ട്രാക്കറും ഇതിൻ്റെ അകത്തുണ്ട്. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജുകളെല്ലാം നമ്മുടെ സ്പീഡോമീറ്ററിൽ വാട്സാപ്പിൻ്റെ ലോഗോ, ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗോ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലോഗോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ അകത്ത് എത്ര SMS വന്നിട്ടുണ്ട്, എന്തെങ്കിലും മിസ്ഡ് കോൾസ് ഉണ്ടോ എന്നുള്ളതും നമ്മുടെ സ്പീഡോമീറ്ററിൽ കാണിക്കും. ഇനി നമ്മുടെ സ്കൂട്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്, നമ്മൾ TVSൽ ഒരു സർവീസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തേക്ക് അലോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ തലേ ദിവസം നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ ഡിസ്പ്ലേയിലായിട്ട് കാണിക്കും നാളെയാണ് സർവീസ് അലോട്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ കൊണ്ടുപോയി കൊടുക്കണമെന്നുള്ളത്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഇല്ലേ, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ,
അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കീ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വിഷ് മെസ്സേജ് അല്ലെങ്കിൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ, ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കും. വിച്ച് ഈസ് നൈസ്. നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വെൽക്കം മെസ്സേജൊക്കെ ആയിട്ട് നമ്മുടെ TVS Ntorq 125 XT ഒരു സിഗ്നലിൽ വന്ന് നിന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു റെഡ് സിഗ്നൽ വന്നു. അപ്പോൾ നിങ്ങൾ സിഗ്നലിൽ വന്ന് നിർത്തി. നിങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു TFT സ്ക്രീനിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ചുറ്റുപാടുകളുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള 5 ന്യൂസുകൾ, അതുപോലെ തന്നെ ക്രിക്കറ്റ് നടക്കുന്നുണ്ട്, ഫുട്ബോളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോറുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വെതർ ഇൻഡെക്സ്, മൊത്തത്തിലുള്ള വെതർ എങ്ങനെയുണ്ട്, റെയിനി കണ്ടീഷൻ ആയിരിക്കുമോ, അല്ലെങ്കിൽ എയർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ കാണിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള 5 ന്യൂസുകളായിരിക്കും വരുന്നത്. നിങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളതെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 ന്യൂസുകളായിരിക്കും വരിക. നിങ്ങളിനി തമിഴ്നാട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സറൗണ്ടിങ്സിനെ മനസ്സിലാക്കിയതിന് ശേഷം അവിടെയുള്ള ടോപ്പ് 5 ന്യൂസസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കുക. ഇനി നമ്മുടെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് നടക്കുന്നുണ്ടാവും, ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് നടക്കുന്നുണ്ടാവും, വേൾഡ് കപ്പ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, IPL. ഇത് ഈ സമയത്തെല്ലാം ചില സമയത്ത് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നെന്ന് വരാം. ആ സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്കോർ അറിയാതെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. സ്കോർ നോക്കാനായിട്ട് വണ്ടി നിർത്തി ഫോൺ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ലൈവായിട്ടുള്ള സ്പോർട്സ് അപ്ഡേറ്റ്, എത്ര ഗോളുകൾ അടിച്ചു, എത്ര റണ്ണ് കയറി എന്നുള്ളതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വിച്ച് ഇസ് നൈസ്. ഇവൻ നിസ്സാരക്കാരനൊന്നുമല്ല, ഇന്ത്യാസ് ഫസ്റ്റ് വോയിസ് പവേർഡ് ആയിട്ടുള്ള സ്കൂട്ടറാണ്. TVSൻ്റെ സ്മാർട്ടെക് സോണറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് 40ഓളം കമാൻഡുകൾ വെച്ച് നമുക്ക് നമ്മുടെ സ്കൂട്ടറുമായിട്ട് വോയിസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സ്മാർട്ടെക് സോണറ്റ് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഗിവൺ കമാൻഡ്സ് ഉണ്ടാവും. ആ കമാൻഡിൽ യൂസ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നാവിഗേറ്റ് ടു ദ നിയറസ്റ്റ് പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂട്ടർ ഓട്ടോമാറ്റിക്കലി തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിലേക്ക് നാവിഗേറ്റ് ചെയ്യും. ഇത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഹെൽമെറ്റ്സ്, ഇയർബഡ്സ് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യാനും പറ്റും. കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടിയുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു സ്കൂട്ടർ, അതായത് TVS Ntorq 125 XT എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കൂട്ടർ ഒരു 4 സ്ട്രോക്ക് ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. മാക്സിമം പവർ നോക്കിക്കഴിഞ്ഞാൽ 6.9 kW അറ്റ് 7000 RPM ആണ്. ഇനി മാക്സിമം ടോക്ക് നോക്കിക്കഴിഞ്ഞാൽ 10.5 നാനോമീറ്റർ അറ്റ് 550 RPM. ഇനി ക്ലച്ച് ഈ ഒരു വണ്ടിക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഡ്രൈ സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. നമ്മളൊരു നല്ല ജാക്കറ്റൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകാനിരിക്കുകയാണ്, അപ്പോൾ മഴ വന്നാലോ അല്ലെങ്കിൽ മഴ പെയ്താലോ എന്ത് ചെയ്യും? ഫുള്ള് നനയുമല്ലേ. അതിന് പകരം നമ്മുടെ TVS Ntorqൻ്റെ അകത്ത് ഒരു കിടിലം ഫീച്ചറുണ്ട്, അതായത് ഒരു റെയിൻ പ്രൊഡിക്ഷൻ ഫീച്ചറുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോകാനിരിക്കുന്ന സമയത്ത് അവിടെ മഴ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷനിൽ മഴ വന്നേക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂട്ടർ നമുക്ക് വാൺ ചെയ്ത് തരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മഴയൊന്നും നനയാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഞാനും പോയിട്ട് വരാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. TVS Ntorqനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് TVSൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുമാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.